ശ്യാമേ, ഈ ശ്യാമേ, ശ്യാമേ, ശ്യാമേ ഒന്ന് നിക്ക്, ശ്യാമേ നിക്കാൻ. ശ്യാമേ, ശ്യാമേ ഒന്ന് നിക്ക്, ശ്യാമേ. വരുൺ, ശ്യാമ കാറിൽ കയറി പോയി. ഞാൻ വിളിച്ചിട്ട് നിന്നില്ല. എനിക്കറിയില്ല ഇത് എന്തിനുള്ള പുറപ്പാടാണെന്ന്. അമൃത മാഡം, അതെ, നമ്മളിപ്പോ ഇത് ടെൻഷനോടെ കൈകാര്യം ചെയ്തിട്ട് ഒരു കാര്യമൊന്നുമില്ല. ശ്യാമ മാഡം എങ്ങോട്ട് പോകാനാ ചാൻസ് ഉള്ളത്? ഞങ്ങൾ അങ്ങോട്ട് പോവാം. ആ, വെളുപ്പിന് തറവാട് ക്ഷേത്രത്തിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് ചെല്ലുന്നുണ്ടെന്ന് പൂജാരിയോട് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോ അങ്ങോട്ട് തന്നെ ആയിരിക്കും പോയിട്ടുണ്ടാവുക. എവിടെയാ അത്? അത് പോത്തൻകോട് ജംഗ്ഷൻ അടുത്തുള്ള തെക്കേ വളപ്പിൽ ശ്രീകൃഷ്ണ ക്ഷേത്രവാ. ഓക്കെ, ഞങ്ങൾ ഇപ്പൊ തന്നെ അങ്ങോട്ട് പുറപ്പെടാം. ശ്യാമാമ്മയുടെ അവിടെ എത്തുമ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തിയിരിക്കും. വരുൺ, ഞാൻ വേറെ എല്ലാവരെയും ഒന്ന് വിളിച്ചു നോക്കാം. അത്ര പേടിച്ചിട്ടാ ഞാൻ നിൽക്കുന്നെ. ശ്യാമയുടെ ഓരോ വാക്കിലും ഒരു യാത്ര പറച്ചിലുണ്ടായിരുന്നു. അവൾ അവളുടെ ജീവിതം അവസാനിപ്പിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. മാഡം, അമൃത മാഡം, നിന്റെ ഈ മനമാറ്റം ഒന്ന് നേരത്തെ പറയായിരുന്നില്ലേ മോളെ? ഉണ്ടായിരുന്നെങ്കിൽ ശ്യാമ പോവുമായിരുന്നു. എനിക്ക് എന്റെ അമ്മയെ കാണണം. എനിക്ക് എന്റെ അമ്മയുടെ ക്ഷമ പറയണം. മാഡം, അതെ, മാഡം ഒരു കാര്യം ചെയ്താൽ മതി. ആ ക്ഷേത്രത്തിലെ നമ്പർ എടുത്ത് എന്നിട്ട് അങ്ങോട്ടൊന്ന് വിളിക്കണം. ശ്യാമ മാഡം അവിടെ എത്തുന്നുണ്ടോന്ന് ആദ്യം ഒന്ന് കൺഫേം ചെയ്യണം. എന്നിട്ട് എന്നെ വിളിച്ച് പറയണം. ഓക്കെ, ഞങ്ങളിത് ഇറങ്ങാൻ പോവാ. ശരി.